പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാത്രികാലം ഞങ്ങൾക്ക് സഹോദരങ്ങൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വരുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സ്വർഗത്തിൽ ദൈവം ഒരുക്കി തന്ന നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. FS മീഡിയ എന്ന ഫേസ്ബുക്ക് ചാനലിൽ വന്ന് ചില പഴയതും പുതിയതുമായ ഗാനങ്ങൾ പാടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഫേസ്ബുക്കിലൂടെ ലൈവിൽ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്നത്തെ ഈ മീറ്റിങ്ങിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന പ്രാരംഭഘട്ടത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു. നല്ല രീതിയിൽ ഇത് ചെയ്യുവാനും സ്വർഗത്തിൽ ദൈവം ഞങ്ങളെ ഒരുക്കേണ്ടതിന് ദൈവദിനത്തിൻ്റെ പ്രാർത്ഥനയെ ചോദിച്ചുകൊള്ളുന്നു. ആദ്യമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്ന ഒരു പഴയ ഗാനം ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പാടുവാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രത്തിനും യോഗ്യനേ, സകലനാമം പാടുന്നു ദൈവം പരിശുദ്ധൻ. സ്തോത്രം സ്തോത്രം യേശുവേ, സ്തോത്രത്തിനും യോഗ്യനേ, സകലനാമം പാടുന്നു ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. പാപഭാരം ചുമന്നതാണ് ദൈവത്തിന് കുഞ്ഞാടുന്നു, സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. ഹല്ലേലൂയ. ആമേൻ. പാപഭാരം ചുമന്നതാ ദൈവത്തിൻ കുഞ്ഞാടുമേ, സകലനാമം പാടുന്നു ദൈവം പരിശുദ്ധൻ.
സർവ്വ സൃഷ്ടികളും വാഴ്ത്തുന്ന ഏകദൈവം. സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. ഹല്ലേലൂയ. ദൂതരും സർവ്വസൃഷ്ടികളും വാഴ്ത്തും ഏകദൈവമേ. സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. ദൂതരും സർവ്വസൃഷ്ടികളും വാഴ്ത്തും ഏകദൈവമേ. സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ഹല്ലേലൂയ. ദൈവം പരിശുദ്ധൻ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ പ്രൊഫഷണൽ ടീമിൽ പാടുന്നവരോ ആരുമല്ല. ദൈവം ഞങ്ങൾക്ക് തരുന്ന ആ താലന്തനുസരിച്ച്, ആ കൃപയ്ക്കനുസരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ മീറ്റിങ്ങിൽ ഞങ്ങളെന്ന് പരിചയപ്പെടുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് ബ്രദർ കൊച്ചുമോൻ, എൻ്റെ സഹോദരനാണ്. കൊച്ചുമോനെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇത് എൻ്റെ വൈഫാണ്, സിസ്റ്റർ ഫെബി. ഈ ദിവസങ്ങളിലൊക്കെ ദൈവം മാനിച്ചുകൊണ്ടിരിക്കുന്നു. അനേക ഇടങ്ങളിൽ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ ദൈവം അവസരങ്ങളെ കൊടുക്കുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കീബോർഡ് വായിക്കുന്നത് ഞങ്ങളുടെ സഹോദരൻ ക്രിസ്റ്റിയാണ്. ക്രിസ്റ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഈ നാടുകളിലൊക്കെ ദൈവം തൻ്റെ മകനെ അനേക ഇടങ്ങളിൽ, അനേക സ്റ്റേജുകളിൽ ദൈവം മാനിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ഈ ടീമിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങളെ ലൈവിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവനാമത്തിന് മഹത്വം. അടുത്തതായിട്ടൊരു ആരാധനാഗീതം പാടുവാൻ ആഗ്രഹിക്കുന്നു. പഴയ ഒരു ഗാനമാണ്. ആരാധിച്ചിടാം, മുൻപിട്ട് ആരാധിച്ചിടാം, ആരാധിക്കുമ്പോൾ അപദാനം പാടിയിടാം, ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടാം എന്ന അതിമനോഹരമായ പഴയൊരു ഗാനമാണ്. അത് പാടുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിച്ചുള്ളൂ. ആമേൻ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം, ആ പൂജിതമാ രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദവലരി താണു വീണു വന്നിച്ചിടാം. ആത്മനാഥാന നിന്നിൽ ചേരണം, എൻ മനസ്സിൽ നീ വീണാൾ വാഴേണം.
ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ ആപദാനം പാടിടാം. ആ പൂജിതമാ രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണു വന്നിച്ചിടാം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം. എൻ മനസ്സിൽ നീണാൾ വാഴേണം. യേശുനാഥ ഒരു ശിശുവാ എന്നെ നിന്റെ മുൻപിൽ നൽകിയിടുന്നേ. എൻ്റെ പാപമേതും മായിച്ചു നീ. ദുഃഖഭാരമെല്ലാം മോഹിച്ചു നീ. ആത്മാവിൽ നീ വന്നേരമൻ കണ്ണീരുവേഗം ആനന്ദമാ. ആത്മാവിൽ നീ വന്നേരമൻ കണ്ണീരുവേഗം ആനന്ദമാ. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ ആപദാനം പാടിടാം. ആ പൂജിതമാ രക്ഷാനാമം വാഴ്ത്തിപ്പാടും. ആ പദമലരിൽ താണു വീണു വന്നിച്ചിടും. ആത്മനാഥ നിന്നിൽ ചേരണം. എൻ മനസ്സിൽ നീണാൾ വാഴേണം. Praise the Lord. Hallelujah. സ്നേഹനാഥ ഒരു ബലിയം എന്നിൽ നിന്നിൽ ഞാനും ജീവിക്കുന്നേ. എന്റേതായതെല്ലാം സമർപ്പിക്കുന്നു. പ്രിയനായി എന്നെ സ്വീകരിക്കൂ. അവകാശിയും അതിനാഥനും നീ മാത്രമീശു മിശിഹായേ. അവകാശിയും അതിനാഥനും നീ മാത്രമീശു മിശിഹായേ. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ ആപദാനം പാടിടാം. ആ പൂജിതമാ രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണു വന്നിച്ചിടാം. ആത്മനാ
മനസ്സിൽ നീനാൾ വാഴേണം ആത്മനാഥായ നിന്നിൽ ചേരണം എൻ മനസ്സിൽ നീനാൾ വാഴേണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. Praise Lord. Hallelujah. Praise Lord. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങൾക്ക് സഹോദരങ്ങൾക്ക് ഒരുമിച്ച് ഈ ഫേസ്ബുക്ക് ചാനലിൽ വന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിഞ്ഞ ദൈവത്തെ വളരെയധികം സ്തുതിക്കുന്നു. ഇന്നത്തെ ഈ സംഗീത ശുശ്രൂഷയിൽ ഞങ്ങൾ ദൈവം തന്ന കൃപയ്ക്ക് ഒത്തവണ്ണം പാടുവാൻ ദൈവകൃപയിലേറെ പ്രാർത്ഥനയെ ചോദിച്ചുകൊള്ളുന്നു. അടുത്തതായി എത്ര സ്തുതിച്ചാലും മതി വരുമോ, എത്ര വർണ്ണിച്ചാലും കൊതി തീരുമോ എന്നുള്ള ദൈവത്തിൻ്റെ അതിമനോഹരമായ ഒരു ഗാനം പാടുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് ചെയ്യുന്ന നന്മകളും കർത്താവ് നമ്മളെ കരുതുന്നതും ഏത് വിധത്തിലാണെന്ന് നമുക്ക് ഈ നാളുകളിൽ ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരവസ്ഥയാണ്. കാരണം ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ഏത് പ്രതിസന്ധികളിലാണെങ്കിലും നമ്മൾ കണ്ണീര് തൂകുമ്പോൾ കർത്താവ് അവൻ്റെ കരത്താൽ നമ്മളെ താങ്ങുന്ന ആ മഹത്വത്തെ വർണ്ണിക്കുന്ന അതിമനോഹരമായ ഒരു ഗാനം ആലപിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ലൈവിലൂടെ വീക്ഷിക്കുന്ന ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. നാം ഇപ്പോൾ നിൽക്കുന്ന നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളൊരു വലിയ പ്രതികൂലത്തിൻ്റെ നടുവിലൂടെ നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കോവിഡ് എന്ന മഹാമാരി നമ്മുടെ ഈ ഭൂലോകത്തെ മൊത്തം പിടിച്ചു കുലുക്കിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ടവർ അനേകർ ഇതിലൂടെ ഭാരപ്പെടുന്നു, അനേകർ മരണം വഴിയായി മാറ്റപ്പെട്ടു, അനേകർ ഇപ്പോഴും രോഗത്തിൻ്റെ അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്നു. കഴിഞ്ഞ കുറേ നാൾ മുമ്പ് ഞങ്ങളും അതിൻ്റെ നടുവിലായിരുന്നു. പക്ഷേ അത്ഭുതകരമായിട്ട് ദൈവം ഞങ്ങളെ ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ദിവസങ്ങളിലൊക്കെ ദൈവജനം വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും കഷ്ടങ്ങളും വേദനകളും ദുഃഖങ്ങളൊക്കെ വന്നാലും ദൈവം കരുതുമെന്നൊരു വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലൂടെ പോയാലും ദൈവം താങ്ങുന്ന ദൈവത്തിൻ്റെ വലിയ കരം നമ്മുടെ കൂടെയുണ്ട്. ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കുമാറാകട്ടെ. കൊച്ചുമോൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കും. പഴയ ഒരു ഗാനമാണ്. കണ്ണുനീർ താഴ്വരയിൽ ഞാൻ ഏറ്റവും വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ കണ്ടവരൻ കാര്യം നടത്തിത്തരുമെന്ന പഴയ ഒരു മനോഹരമായ ഗാനമാണ്. അത് കൊച്ചുമോൻ നമുക്ക് വേണ്ടി പാടുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥന ചോദിച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സായം സന്ധ്യയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഇങ്ങനെ ലൈവ് പ്രോഗ്രാം ചെയ്യുവാൻ സ്വർഗത്തിൽ ദൈവം ഒരുക്കിയ നല്ല നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. സജി ആദ്യം പറഞ്ഞ പോലെ വലിയ കഴിവുണ്ടായിട്ടില്ല. ദൈവം തന്ന ചെറിയ ചെറിയ താലന്തുകൾ ദൈവനാമ മഹത്വത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തണം എന്ന അതിയായ ആഗ്രഹത്തിൻ്റെ പേരിലുണ്ടായ ഒരു പ്രോഗ്രാമാണിത്. നിങ്ങളെല്ലാവരുടെയും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും പ്രാർത്ഥന അപേക്ഷിക്കുകയാണ്. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ.
പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ ലൈവിൽ വീക്ഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി. നിങ്ങൾ ആവശ്യപ്പെടുന്ന ഗാനങ്ങൾ ഞങ്ങൾക്കറിയാമെങ്കിൽ അത് ഞങ്ങൾ പാടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഗാനങ്ങൾ നമുക്ക് ഒരുമിച്ച് അത് ചേർന്ന് പാടാം. അതുകൊണ്ട് അത് മെസ്സേജിലൂടെ അറിയിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തെ സ്തുതിക്കുന്നതിൽ ഭാഷകൾക്ക് അതിർവരമ്പുകളില്ല. നമുക്ക് ഏത് ഭാഷയിലും ദൈവത്തെ സ്തുതിക്കാം. അതുകൊണ്ട് അടുത്തൊരു തമിഴ് ഗാനം ആലപിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പാ ഞാൻ എന്നെ ചെയ്യ വേണ്ടും, അപ്പാ ഞാൻ എങ്ക சொல்ல വേണ്ടും, അരുളും അരുളും അകപ്പ എന്ന ഒരു പഴയ തമിഴ് ഗാനം പാടുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിച്ചുകൊള്ളുന്നു. ജീവൻ നാൾ മുഴുവനും
പ്രൈസ് ലോ. ഇനി ഇന്ന് കുറച്ച് പേര് പാട്ടുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഷാരോൺ തങ്കച്ചൻ മോളെ, എനിക്ക് സത്യം പറഞ്ഞാൽ ആ പാട്ട് അത്ര അറിയത്തില്ല. അറിയാമായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പാടിയേനെ. ആ പാട്ട് എനിക്ക് വലിയ പിടുത്തമില്ല. എങ്കിലും അടുത്തൊരു ഗാനത്തിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും പഴയതായിട്ടുള്ളൊരു ഗാനമാണ് ഇനി പാടുവാൻ ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ വരവിനെ അറിയിക്കുന്നത്. കർത്താവിൻ്റെ വരവിൽ നമ്മളൊക്കെ പോകണം എന്നുള്ളൊരു നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നത് നിത്യത അവകാശമാക്കുവാനാണ്. അപ്പം അതിനുവേണ്ടി നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പം നമ്മൾ ഈ ഭൂമിയിൽ പല കാര്യങ്ങൾക്കായി ഓടുന്നു. അതിനൊന്നും നമുക്ക് മാനുഷിക നിലയിൽ നോക്കുമ്പോൾ നമ്മൾ അതിനൊക്കെ പോകേണ്ടത് ആവശ്യമാണ്. എങ്കിൽ തന്നെയും സ്വർഗരാജ്യം അവകാശമാക്കുവാൻ നമ്മൾ ഈ നാളുകളിൽ പല കാര്യങ്ങളും ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ദൈവത്തിന് വേണ്ടി പ്രയത്നിക്കുവാൻ ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കങ്ങനെ സുവിശേഷ വേലകളൊന്നും അങ്ങനെ ചെയ്യുവാൻ സാധിക്കുന്നില്ല. പക്ഷേ പേഴ്സണലായിട്ടുള്ള രീതിയിൽ നമ്മൾ പലരും സുവിശേഷ വേല, മറ്റുള്ളവരോട് നമ്മൾ സുവിശേഷം പറയണം. എങ്കിൽ നമുക്കിപ്പോൾ ഇതൊക്കെ തന്നെ ഈ മീഡിയ വഴിയുള്ളൊരു ലൈവ് പ്രോഗ്രാമൊക്കെ അതിന് ഏറ്റവും ഉത്തമമാണ്. കാരണം ഈ നാളുകളിൽ ദൈവത്തെ സ്തുതിക്കുവാനും സുവിശേഷീകരണം നടത്തുവാനൊക്കെ നമ്മളെ ഈ ഒരു മീഡിയ വഴി വളരെയധികം നമുക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങണം എന്നുള്ളതിന് വേണ്ടിയുള്ളൊരു പഴയ ഒരു ഗാനം പാടുവാൻ ആഗ്രഹിക്കുന്നു. രാവും പകലും ഗീതങ്ങൾ പാടി പവിത്ര ജീവിത ശോഭയെ നേടി ശൂലേമിയെപ്പോൾ കാത്തിരിക്ക നീ കാന്തൻ വരുമേ ഉണരു സിയോനെ. അതിമനോഹരമായ ഒരു പഴയ ഗാനമാണ്. അതാരായി രചിച്ചതെന്നോ ഒന്നും എനിക്കറിയില്ല. എങ്കിലും പണ്ട് മുതലേ എൻ്റെ പപ്പ, അമ്മ അവരൊക്കെ ഇങ്ങനെ പാടുന്നത്, ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലൊക്കെ ഇങ്ങനെ പാടുന്നത് ഞാൻ കേൾക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു അറിവ് വെച്ചാണ് ഈ ഗാനം ആലപിക്കുന്നത്. വളരെയധികം എനിക്ക് ഇഷ്ടമുള്ളൊരു ഗാനമാണ്. അത് നിങ്ങൾക്ക് വേണ്ടി പാടുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയോടെ നമുക്കിത് ശ്രമിക്കാം. ആമേൻ.
ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ വീക്ഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. വീണ്ടും നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഞങ്ങൾ ചോദിച്ചുകൊള്ളുന്നു. കീബോർഡ് വായിക്കുന്ന ബ്രദർ ക്രിസ്റ്റി നല്ലൊരു ഗായകൻ കൂടിയാണ്. അദ്ദേഹം ഇപ്പോൾ നമുക്ക് വേണ്ടി ഒരു മനോഹരമായൊരു തമിഴ് ഗാനം പാടുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ചോദിച്ചു. Praise the Lord. Praise the Lord. தனிமையில்
உங்க கிருபை வேண்டுமே, உங்க கிருபை போதுமே, உங்க கிருபை இல்லாமல் நான் ஒன்றும் இல்லையே இயேசுவே. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അതിമനോഹരമായി ഗാനം ആലപിച്ച ദൈവം ക്രിസ്റ്റിയെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നാളുകൾക്ക് ദൈവം വളരെ ഇടങ്ങളിൽ ദൈവം ക്രിസ്റ്റിയെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. നല്ലൊരു ഗായകനും അതുപോലെ തന്നെ നല്ലൊരു കീബോർഡിസ്റ്റും ഒക്കെയാണ്. ദൈവം ഇനിയും ധാരാളം ഇടങ്ങളിൽ ദൈവം മാനിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ പാടുന്ന ഗാനങ്ങളൊക്കെ ഞങ്ങളെ വീക്ഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു ആശ്വാസമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയിലെ ദേവദാസൻ ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ട്. ദേവദാസൻ കുറച്ച് സമയം ഒരു അല്പ നിമിഷം ദൈവവചനത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കും. അതിനായിട്ട് ദേവദാസനെ ക്ഷണിച്ചു. കർത്താവിൻ്റെ ധന്യമുള്ള നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടട്ടെ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ഹൃദയസ്പർശിയായ ഗാനങ്ങൾ കേട്ട് സന്തോഷത്തോടെ ആയിരിക്കാൻ ദൈവം ഒരുക്കിയ വലിയൊരു അവസരത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടിയ പ്രിയ കുഞ്ഞുങ്ങളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രശ്ന സങ്കീർണമായിരിക്കുന്ന ഈ പ്രത്യേക കാലഘട്ടത്തിൽ ഇങ്ങനെ സമയം കണ്ടെത്തി പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിന് ആശ്വാസം പകരുവാൻ ദൈവം പ്രിയ കുഞ്ഞുങ്ങളെ ഉപയോഗിക്കുന്ന ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് വളരെ വേഗത്തിൽ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ എവിടെ നോക്കിയാലും സ്വസ്ഥതയില്ല, സമാധാനമില്ല, മനുഷ്യർ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുക. ഓരോ ദിവസത്തെയും പത്ര, TV, റേഡിയോ മാധ്യമങ്ങൾ കൂടി നമ്മൾ വായിക്കുകയും കേൾക്കുകയും കാണുകയും ചെയ്യുന്ന വാർത്തകൾ നമ്മുടെ ഹൃദയത്തിന് ഒട്ടും ആശ്വാസം നൽകി തരുന്നതല്ല, മറിച്ച് നമുക്ക് വളരെ ഭാരങ്ങൾ ഉളവാക്കുന്ന വാർത്തകളാണ് നാം ഓരോ ദിവസവും കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഞാൻ മറുപടി പറയാം. ദൈവത്തെ അറിയാതെ മനുഷ്യൻ മുൻപോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ന് യുവതലമുറയെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് മദ്യവും മയക്കുമരുന്നും. ഈ യുവതലമുറകൾ ഇതിനടിമകളായി തീർന്നു കഴിയുമ്പോൾ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു തലത്തിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കും. നമുക്കറിയാം, അക്രമ വാസനകൾ അവരിൽ പ്രകടമാകുന്നു. സ്വന്തം സഹോദരങ്ങളെയോ മാതാപിതാക്കന്മാരെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വല്ലാത്ത പ്രകൃതത്തിലേക്ക് അവർ നീക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ മനുഷ്യന് സ്നേഹം എന്തെന്ന് അറിയാതെ, സ്നേഹിപ്പാൻ കഴിയാതെ, സ്നേഹത്തിന് വേണ്ടി കേടുന്ന ഒരുപറ്റം ആൾക്കാർ, സ്നേഹിക്കാൻ മാതാപിതാക്കന്മാർക്കോ കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കന്മാരെ സ്നേഹിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുക. ഇതിൻ്റെ നടുവിൽ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ സന്ദേശം, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവും നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുവാൻ ദൈവം ഒരുക്കിയ വലിയ അവസരത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. തിരുവചനത്തിൽ നാം വായിക്കുന്ന അനേക ഭാഗങ്ങൾ നമ്മുടെ ഹൃദയത്തിന് ആശ്വാസം നൽകി തരുന്നുണ്ട്. എന്നെ വളരെ സ്പർശിച്ച ഒരു വേദഭാഗം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ കർത്താവ് ശരണപ്പെടുന്നു. ദൈവത്തിൻ്റെ നിയോഗത്താൽ, ദൈവത്തിൻ്റെ വിളിയാൽ ഇറങ്ങിത്തിരിച്ച ഒരനുഗ്രഹീത ഭക്തനാണ്, ദൈവദാസനാണ്, ദൈവത്തിൻ്റെ ദാസനായ ഏലിയാവ്. ഏലിയാവ് ദൈവത്തിൻ്റെ വായിൽ നിന്നുള്ള ആലോചന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനാലുള്ള സന്ദേശം കേട്ട് താൻ ജഡരക്തങ്ങളോട് ആലോചന ചോദിക്കാതെ ഇറങ്ങിത്തിരിച്ച്
മുൻപോട്ട് പോകുന്ന സന്ദർഭത്തിൽ പ്രതികൂലങ്ങൾ തൻ്റെ ജീവിതത്തിൽ വളരെ ശക്തമായിട്ട് ആഞ്ഞടിച്ചു. എന്തിനു പറയുന്നു? ദൈവം തൻ്റെ അതരത്തിൽ ഹൃദയത്തിൽ കൊടുത്ത ദൈവിക ദൂത് രാജാവാണോ അല്ലെങ്കിൽ ചക്രവർത്തിയാണോ എന്ന് നോക്കാതെ കൊട്ടാരത്തിൽ ചെന്ന് മുഖം നോക്കാതെ പറഞ്ഞ ഏലിയാവിനെ തമ്പുരാൻ വളരെ അതിശയകരമായിട്ട് പരിപാലിച്ചു. എങ്ങനെ പരിപാലിച്ചു എന്ന് ചോദിച്ചാൽ, ഏത് കൊട്ടാരത്തിൽ താൻ പോയി ദൈവത്തിൻ്റെ സന്ദേശം അറിയിച്ചോ ആ കൊട്ടാരത്തിൽ നിന്ന് ഏലിയാവിന് ആവശ്യമായ ഭക്ഷണം ദൈവം തമ്പുരാൻ താൻ ഇരിക്കുന്ന ഇടത്തേക്ക് എത്തിക്കുവാനിടയിൽ തീർന്നു. ഇന്ന് രാത്രി ഞാൻ ഈ സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോൾ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് ആശ്വാസം നൽകി തരുവാൻ ഈ ഭൂമിയിലെ ഒരു സംവിധാനങ്ങൾക്ക് കഴിയത്തില്ല. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു കർത്താവിന് നിങ്ങൾക്ക് സമാധാനം നൽകി തരുവാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ കഴിയും. ഏലിയാവിന്റെ ജീവിതത്തിൽ ദൈവം തന്നെ കേരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുവാൻ തന്നോട് പറഞ്ഞതനുസരിച്ച് ഏലിയാവ് കേരീത്ത് തോട്ടിനരികെ ഒളിച്ചിരുന്നു. ഏലിയാവ് ഒളിച്ചിരിക്കുന്ന ഇടത്ത് ഏലിയാവിന് ആവശ്യമായ ഭക്ഷണം കൊടുക്കുവാൻ ദൈവം കൽപ്പിച്ചാക്കിയത് ഒരു കാക്കയാണ്. നമുക്കറിയാം, ഇന്ന് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു പക്ഷിയാണ് കാക്ക. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിലിരിക്കുന്ന ചെറിയ ഭക്ഷണ പദാർത്ഥമാണെങ്കിൽ പോലും റാഞ്ചിക്കൊണ്ടു പോകാൻ മടി കാണിക്കാത്ത കാക്കയാണ് ദൈവം ഏലിയാവിന് വേണ്ടി അവിടെ ഉപയോഗിക്കാനിടയിൽ തീർന്നത്. ഇന്ന് രാത്രിയിൽ ഞാൻ ഇപ്രകാരം പറഞ്ഞ് വേഗത്തിൽ ഓടിപ്പോകട്ടെ. ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത സന്ദർഭങ്ങളിൽ പ്രതികൂലങ്ങളുടെ കാറ്റുകൾ നമ്മുടെ വിശ്വാസ പഠനത്തിന് നമ്മുടെ ജീവിതയാത്രയ്ക്ക് നേരെ ആഞ്ഞടിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുന്നവനെ യേശുവിലേക്ക് ശ്രദ്ധിച്ചു നോക്കുവാൻ കഴിയുമെങ്കിൽ അവൻ നമ്മളെ ഒരു നാളും കൈവിടുകയില്ല, നമ്മെ ഉപേക്ഷിക്കുകയുമില്ല. എന്നാൽ അതിൻ്റെ നടുവിൽ എനിക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകി തന്ന ഒരു ചിന്ത ഇപ്രകാരമാണ്: നാം പ്രതീക്ഷിക്കുന്ന, നാം ആശ്രയിക്കുന്ന മേഖലകളൊക്കെ നമ്മളെ കൈമലർത്തി കാണിച്ചേക്കാം. ഏലിയാവിന്റെ ജീവിതത്തിൽ സംഭവിച്ചു. കെരീത്ത് തോട്ടിലെ വെള്ളം പറ്റി കാക്കയുടെ വരവ് നിന്നു. എന്നാൽ ദൈവം തമ്പുരാൻ തനിക്ക് വേണ്ടി ഒരു സരേഫാത്ത്, ഒരു വിധവ സഹോദരിയെ ഒരുക്കുവാനിടയിൽ തീർന്നു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവത്തിൻ്റെ പൈതലെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു തോന്നുന്ന മണ്ഡലത്തിൽ കാക്കയുടെ വരവ് നിന്നാലും സരേഫാത്തിലെ വിധവയുടെ ഭവനത്തിലെ ആഹാരം നിന്നെ ലഭിക്കാതെ വന്നാലും ഇന്ന് രാത്രി ഞാൻ ഉറപ്പ് തരാം, നിനക്ക് വേണ്ടി ദൈവം തന്റെ ദൂതനെ കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. ദേ നോക്കിയേ, സ്തോത്രം. എന്താ അവിടെ സംഭവിച്ചെന്നറിയാമോ? മരണത്തെ പ്രതീക്ഷിച്ച് ഇനി ജീവിക്കുവാൻ കഴിയുകയില്ല, എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്ന് ചിന്തിച്ച് മരണത്തെ പുൽകുവാൻ വേണ്ടി ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുന്ന ഏലിയാവിന്റെ അടുക്കിലേക്ക് വന്നത് വേറെ ആരുമല്ല, ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നിട്ട് പറയുന്നു, ഏലിയാവേ, അതേ സ്തോത്രം, നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഈ അപ്പവും ഈ തുരുത്തിയിലെ വെള്ളവും ഭക്ഷിക്കാൻ പറഞ്ഞു. ഏലിയാവ് അത് ഭക്ഷിച്ചു, തുരുത്തിയിലെ വെള്ളം കുടിച്ചു. താൻ വീണ്ടും അതേ സ്തോത്രം അവിടെ കിടന്നുറങ്ങി. ആ ഉറക്കത്തിൽ പറയുന്ന വാക്ക് പ്രകാരമാണ്, എൻ്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ ഒട്ടും നല്ലവനല്ല, എനിക്ക് മരിച്ചാൽ മതി. സ്തോത്രം. തമ്പുരാൻ വിട്ടില്ല. ഏലിയാവിന്റെ അടുക്കിലേക്ക് വീണ്ടും ദൈവം തന്നെ ദൂതനെ അയച്ചിട്ട് കനൽ മേൽ ചുട്ടയാടയും ഒരു തുരുത്തി വെള്ളവും കൊടുത്തിട്ട് ഇപ്രകാരം പറഞ്ഞു, എഴുന്നേറ്റ് തിന്നുക, കുടിക്കുക, നിനക്ക് ദൂരയാത്ര ചെയ്യാം. ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എനിക്ക് പറയാനുള്ളത്, നിന്റെ ജീവിതത്തോടെ അവസാനിക്കുവാനുള്ളതല്ല. നിനക്കൊരു ദൂരയാത്രയുണ്ട്. നിനക്ക് ശ്രേഷ്ഠമായ മേഖലകൾ ദൈവം നമ്മളെ ഒരുക്കിയിട്ടുണ്ട്. ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞേക്കാം, അതെ, ഇനി ഏത് വഴി തുറക്കാനാ? എല്ലാ വഴികളും അടയപ്പെട്ടു. അതെ, ഇന്ന് രാത്രി സമ്മതിക്കാൻ കഴിയുമോ? എല്ലാ വഴികളും അടഞ്ഞു. എല്ലാ വഴികളും അടയട്ടെ. എല്ലാ വഴിയും അടയുമ്പോഴാണ് ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്കുന്നത്. ഇന്ന് രാത്രി കേട്ട ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സന്ദേശം, അനുഗ്രഹിക്കപ്പെട്ട ഹൃദയസ്പർശിയായ ഗാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ടും ഒരു പ്രത്യാശ നൽകി തരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എല്ലാം തകരുന്ന മേഖലയിൽ, എല്ലാവരും കൈ ഒഴിയുന്ന മേഖലയിൽ നമ്മെ സഹായിപ്പാനായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരും. നോക്കണം, ഏലിയാവ് ആ തുരുത്തിയിലെ വെള്ളം കുടിച്ചു, ആ അപ്പക്കഷ്ണവും കഴിച്ചതിന് ശേഷം നീണ്ട 40 ദിവസക്കാലം ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേ വരെ ഓടുവാൻ ദൈവം തൻ്റെ കാലുകളെ, തൻ്റെ കരങ്ങളെ, തൻ്റെ ശരീരത്തെ ബലപ്പെടുത്തിയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ കേൾക്കപ്പെട്ട ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം, ഈ മന്ന നിങ്ങളെ പ്രതിസന്ധിയുടെ നടുവിൽ അതിജീവിക്കുവാൻ ആവശ്യമാണ് ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.
ദൈവത്തിൻ്റെ സ്തോത്രം. FS മീഡിയയുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നൈറ്റ് മീറ്റിംഗ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കുവാനായിട്ട് എത്തിയിരുന്നത്. ഇതിൻ്റെ അഡ്മിനായി പാസ്റ്റർ സിബിൻ ജോൺ വർക്ക് ചെയ്യുന്നു. അതുപോലെ പ്രിയ ബ്രദർ സാമോൻ, അതുപോലെ സിസ്റ്റർ ഷാരോൺ തുടങ്ങിയവർ ഈ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടുന്നു. നിശ്ചയമായിട്ടും നിങ്ങൾക്ക് ഈ ഗാനം എല്ലാ നിലയിലും അനുഗ്രഹമാണ്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനയുടെ നടുവിൽ നിങ്ങൾക്ക് ആശ്വാസമായും നിങ്ങൾക്ക് പ്രത്യാശയായിട്ടും തീർന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, നല്ല രാത്രിക്കായിട്ട് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ ഞങ്ങൾക്ക് പങ്കുവെക്കുവാൻ ദൈവമൊരുക്കിയ അവസരത്തിനായിട്ട് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ശ്രമിപ്പാൻ കർത്താവ് അവസരമൊരുക്കുകയും ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അങ്ങ് രക്ഷിക്കുന്ന ദൈവമായിരിക്കാൻ ഈ രാത്രിയിൽ ഈ മീഡിയയിൽ കൂടി കർത്താവെ തകർന്ന മനസ്സോടെ നുറുക്കപ്പെട്ട ഹൃദയത്തോടെ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ, രോഗത്താലോ മറ്റോ ഭാരപ്പെടുന്ന ആരെങ്കിലും ഞങ്ങളെ ശ്രമിക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി കർത്താവെ നിന്റെ അദൃശ്യമായ കരപൂർണമിൽ വെക്കണമേ. ആ കൂടാരത്തിലേക്ക് ദൈവസാന്നിധ്യം ഇറങ്ങിച്ചെല്ലണമേ. നിശ്ചയമായിട്ടും ഈ ഗാനങ്ങൾ ദൈവത്തിൻ്റെ വചനം അവരെ പ്രത്യാശയിലേക്ക് നയിക്കുവാൻ സ്വർഗ്ഗമിടയാക്കി തീർക്കണമേ. ഞങ്ങൾ ചേർന്ന് അങ്ങയുടെ നാമം ചൊല്ലി എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഇങ്ങനെ ഒരു സംവിധാനം ചെയ്യുവാൻ തൻ്റെ കുഞ്ഞുങ്ങളെ കർത്താവ് ബലപ്പെടുത്തുന്നതിനായിട്ട് സ്തോത്രം. ദൈവവർക്ക് ധാരാളം പ്രതിഫലം കൊടുക്കണമേ. അവർക്ക് കർത്താവെ ഇനിയും കർത്താവിന് വേണ്ടി പാടുവാൻ ദൈവം അവരെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ താഴ്മയിട്ട് അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണമേ സ്വർഗ്ഗസ്ഥ പിതാവേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കുറച്ച് സമയം ദൈവവചനത്തിൽ നിന്ന് സംസാരിച്ച ഞങ്ങളുടെ ദേവദാസനാണ് ബിജു പാസ്റ്റർ എന്ന പേര്. ദേവദാസനും കുടുംബവും ഇവിടെയുള്ളത് ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമാണ്. ഇന്ന് കേട്ട ചെറിയ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിലും വലിയ അനുഗ്രഹത്തിന് കാരണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാം പ്രതീക്ഷിക്കുന്ന പല വഴികളും നമുക്ക് മുമ്പിൽ അടയപ്പെടുമ്പോൾ നാം പ്രതീക്ഷിക്കാത്ത പുതുവഴികൾ, ശ്രേഷ്ഠമേറിയ പുതുവഴികൾ ദൈവം നമുക്ക് വേണ്ടി തുറന്നു തരും. ഈ നാളുകളിൽ ദൈവജനം വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുക. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തായിട്ടൊരു തമിഴ് ഗാനം പാടുവാൻ ആഗ്രഹിക്കുന്നു. യഹോവ ദേവനുക്ക് ആയിരം നാമങ്ങൾ എങ്കെ ചൊല്ലി പാടിടുവേനെന്ന് പറയുന്ന ഒരു തമിഴ് ഗാനം പാടുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം ധാരാളമായിട്ട് നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ലോർഡ്. யெகோவா தேவனுக்கு ஆயிரம் நாமங்கள், எதை சொல்லி பாடிடுவே. என் கர்த்தாதி கர்த்தர் செய்தார் நன்மைகள் ஆயிரங்கள், கரங்கள் தட்டி பாடிடுவே. ஹல்லேலூயா. Praise Lord. Hallelujah. யெகோவா தேவனுக்கு ஆயிரம் நாமங்கள், எதை சொல்லி பாடிடுவே. என் கர்த்தாதி கர்த்தர் செய்த நன்மைகள் ஆயிரம், கரங்கள் தட்டி பாடிடுவே. யெகோவா தேவனுக்கு ஆயிரம் நாமங்கள், எதை சொல்லி பாடிடுவே. என் கர்த்தாதி கர்த்தர் செய்த நன்மைகள் ஆயிரம், கரங்கள் தட்டி பாடிடுவே. யெகோவா ஷாலோம், யெகோவா ஷம்மா, யெகோவா ரூஹா, யெகோவா ராஃபா, யெகோவா ஷாலோம், யெகோவா ஷம்மா, யெகோவா ரூஹா, யெகோவா ராஃபா. யெகோவா தேவனுக்கு ஆயிரம் நாமங்கள், எதை சொல்லி பாடிடுவே. என் கர்த்தாதி கர்த்தர் செய்த நன்மைகள் ஆயிரம், கரங்கள் தட்டி பாடிடுவே.
எல்லோய்க்கு ஹல்லேலூயா என்னை நீரை கண்டீரை எங்கே தீர்த்தீரையா நான் தாகத்தோடு வந்து போதும் ஜீவ தண்ணீர் எனக்கு தந்து தாகமெல்லாம் தீர்த்தீரையா எல்லோய்க்கு ஹல்லேலூயா என்னை நீரை கண்டீரை இன்னுமெல்லாம் தீர்த்தீரையா நான் தாகத்தோடு வந்து போதும் ஜீவ தண்ணீர் எனக்கு தந்து தாகமெல்லாம் தீர்த்தீரையா யெகோவா ஷாலோம் யெகோவா ஷம்மா யெகோவா ரூஹா யெகோவா ராஃபா யெகோவா ஷாலோம் யெகோவா ஷம்மா யெகோவா ரூஹா யெகோவா ராஃபா யெகோவா தேவனுக்கு ஆயிரம் நாமங்கள் ஏதை சொல்லி பாடிடுவேன் என் கர்த்தாவின் கர்த்தர் செய்த நன்மைகள் ஆயிரம் கரங்கள் தட்டி பாடிடுவேன் யெகோவா தேவனுக்கு ஆயிரம் நாமங்கள் ஏதை சொல்லி பாடிடுவேன் என் கர்த்தாவின் கர்த்தர் செய்த நன்மைகள் ஆயிரம் கரங்கள் தட்டி பாடிடுவேன் Praise the Lord. Hallelujah. யெகோவாயும் நீங்க தாங்கே சர்வவல்ல தேவனாய் என்னை என்றும் நடத்துவீங்க எபனேசரும் நீங்க தாங்கே உதவி செய்யும் தேவனாய் என்னை என்றும் தாங்கும் நீங்க எல்லைத்தாயும் நீங்க தாங்கே சர்வவல்ல தேவனாக என்னை என்றும் நடத்துவீங்க எபனேசரும் நீங்க தாங்கே உதவி செய்யும் தேவனாய் என்னை என்றும் நடத்துவீங்க யெகோவா ஷாலோம் யெகோவா ஷம்மா யெகோவா ரூஹா யெகோவா ராஃபா யெகோவா ஷாலோம் யெகோவா ஷம்மா யெகோவா ரூஹா யெகோவா ராஃபா யெகோவா தேவனுக்கு ஆயிரம் நாமங்கள் ஏதை சொல்லி பாடிடுவேன் என் கர்த்தாவின் கர்த்தர் செய்த நன்மைகள் ஆயிரம் கரங்கள் தட்டி பாடிடுவேன் யெகோவா தேவனுக்கு ஆயிரம் நாமங்கள் ஏதை சொல்லி பாடிடுவேன் என் கர்த்தாவின் கர்த்தர் செய்த நன்மைகள் ஆயிரம் கரங்கள் தட்டி பாடிடுவேன் யெகோவா ஷாலோம் யெகோவா ஷம்மா யெகோவா ரூஹா யெகோவா ராஃபா யெகோவா ஷாலோம் யெகோவா ஷம்மா யெகோவா ரூஹா யெகோவா ராஃபா പ്രൈസ് ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളോട് ഗാനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ പ്രാണപ്രിയ യേശുനാഥ സ്നേഹം തന്ന പ്രാണപ്രിയ യേശുനാഥ ജീവൻ തന്ന സ്നേഹമേ എന്നുള്ള ഗാനം പ്രിയ ഷാരൂൺ തങ്കച്ചൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുഞ്ഞു കുറേ നേരം കൊണ്ട് ഞങ്ങളോട് കുറേ പാട്ടുകൾ ആവശ്യപ്പെടുകയാണ്. എങ്കിലും ആ മകൾ പറഞ്ഞ പ്രാണപ്രിയ യേശുനാഥ ജീവൻ തന്ന സ്നേഹമേ എന്നുള്ള ഗാനം പാടുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ബ്രദർ ചിക്കു കോരിയാക്കോസ് എഴുതി ആലപിച്ച ഒരു ഗാനമാണ്. അദ്ദേഹം ഇപ്പം നിത്യതയിൽ വിശ്രമിക്കുന്നു. എനിക്ക് വളരെയധികം സന്തോഷമുള്ളൊരു ഗാനമാണ്. അത് പാടുവാൻ ആഗ്രഹിക്കുന്നു. Praise the Lord. Hallelujah.
ആഗ്രഹിക്കുന്നു. പഴയൊരു ഗാനമാണ്, രക്തം നൽകി വീണ്ടെടുത്ത സ്വന്തം ജനമേ. അറിയാമോ എന്നറിയത്തില്ല. അതൊരു പാസ്റ്റർ ബിജു ബെഞ്ചമിൻ എഴുതിയ ഗാനമാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമാണ്. ദൈവമക്കൾ തീർച്ചയായും അത് ഇഷ്ടപ്പെടുമ്പോൾ അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാനത് പാടുവാൻ ആഗ്രഹിക്കുന്നു.
ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇത്രയും നേരം ഞങ്ങളുടെ ലൈവ് ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഒരു ഗാനം കൂടെ പാടി നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഒരു ഗാനം കൂടെ പാടി ഇന്നത്തെ ലൈവ് പ്രോഗ്രാം എത്തുവാൻ ആഗ്രഹിക്കുന്നു. ഇത്രത്തോളം ദൈവം നമ്മെ വളരെ ശ്രേഷ്ഠമായി വഴി നടത്തി. അതിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്കും ദൈവം ചെയ്ത സകല നന്മകൾക്കും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കും. ഹല്ലേലൂയ. നിൻ മഹാ കൃപയ്ക്കാ നാടുകളിൽ ദൈവം നമ്മെ അത്ഭുതകരമായിട്ട് വഴി നടത്തി. നാം തകർന്നു പോകുന്ന സമയങ്ങളിൽ നാം ഇല്ലാതെ ആയിപ്പോകുന്ന സമയങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ വിലയേറിയ സാന്നിധ്യം കൃപയും സമാധാനവും കൂടെയിരുന്നു. അർഹിക്കാത്ത സ്ഥാനത്ത് ദൈവം പുതുവഴികളെ തുറന്ന് നമ്മെ മാനിച്ചു. അതെല്ലാം ഒരു നിമിഷം നമുക്ക് ഓർക്കാം. ഹല്ലേലൂയ. ദൈവം തരുന്ന സകല നന്മകൾക്കും ദൈവം തരുന്ന സകല നന്മകൾക്കും നന്ദിയോട് ചേർന്ന് ഹല്ലേലൂയ. ആമേൻ. ശക്തിയോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി നമുക്ക് ചേർന്ന് കൈകളെ തട്ടി ഞങ്ങളോട് ചേർന്ന് തുണ എനിക്ക് യേശുവേ കുറവിനിയില്ലതാ അനുദിനം നിന്നിഴലിൽ മറവിൽ വസിച്ചിടുമെന്ന് ഗാനം നമുക്ക് ചേർന്ന് ഒരുമിച്ച് സന്തോഷത്തോടെ ചേർന്ന് പാടാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ കുറവിനിയില്ലതാ അനുദിനം മറവിൽ വസിച്ചിടും ഞാൻ. തുണ എനിക്ക് യേശുവേ കുറവിനിയില്ലതാ അനുദിനം തന്നിഴലിൽ അവരമ്പതും കോട്ടയും അവനീയാകുലത്തിൽ അവൻ മതിയാശിപ്പാൻ അവനെന്റെ
അവനീയാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ തുണയെനിക്ക് യേശുവേ. ഹല്ലേലൂയ. അനുദിനം തൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. പകയത്തെ കണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും പകർന്നിടും കൃപമഴ പോ. പകയത്തെ കണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും പകർന്നിടും കൃപമഴ പോ. തുണയെനിക്ക് യേശുവേ, കുറവില്ലതാ. അനുദിനം തൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. ശരണമവൻ തരുന്ന ചിറകുകളിൽ തേടി പരിചയം പലകയുമാണ്. ഹല്ലേലൂയ. പരമതി പാരിടത്തിൽ ഓ ശരണമവൻ തരുന്ന ഹല്ലേലൂയ. ചിറകുകളിൽ പരിചയം പലകയുമാ പരമതി പാരിടത്തിൽ തുണയെനിക്ക് യേശുവേ, കുറവില്ലതാ. അനുദിനം തൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. അവനെന്റെ സങ്കേതവും അവലംബവും കോട്ടയും അവനീയാകുലത്തിൽ അവൻ മതിയാശ്രയിക്കും. അവരുടെ സങ്കേതം, അവന്റെ അവലംബവും കോട്ടയും ആകുലത്തിൽ അവൻ മതി ആശ്രയിപ്പാൻ. ഹല്ലേലൂയ. ഓ അവൻ മതിയാശ്രയിപ്പാൻ തുണയെനിക്ക് യേശുവേ, കുറവില്ലതാ. ശക്തിയോടെ അനുദിനം തൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. ഓ ആകുലവേളകളിൽ ആകുലവേളകളിൽ ആപത്തുനാളുകളിൽ ആപത്തുനാളുകളിൽ ആഗതനാമരികിൽ ആശ്വസിപ്പിച്ചിടുവാൻ. ആകുലവേളകളിൽ ആപത്തുനാളുകളിൽ ആഗതനാമരികിൽ ആശ്വസിപ്പിച്ചിടുവാൻ. തുണയെനിക്ക് യേശുവേ, കുറവില്ലതാ. അനുദിനം തൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. ഓ കുറവില്ലതാ. അനുദിനം തൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. ഹല്ലേലൂയ. മറവിൽ വസിച്ചിടും ഞാൻ. ഓ അവനെന്റെ സങ്കേതവും അവലംബവും കോട്ടയും അവനീയാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ. ഓ ഹല്ലേലൂയ. ഈ ലോകത്തില് നമുക്ക് യേശു മാത്രം മതി ആശ്രയിപ്പാൻ. നമ്മുടെ കോട്ടയും നാം ആശ്രയിക്കുന്ന നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇത്രയും നേരം ഞങ്ങളുടെ ലൈവ് വീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടുവാൻ ദൈവം തമ്പുരാൻ ഞങ്ങളെ ഇടവരുത്തി. അതിനായി ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച്
ഈ FS മീഡിയ എന്ന ഫേസ്ബുക്ക് ചാനലിൻ്റെ അഡ്മിനായി പ്രവർത്തിച്ചിരിക്കുന്ന പാസ്റ്റർ സിബി ജോൺ, അതുപോലെ തന്നെ ബ്രദർ ഷാമുവേൽ, സിസ്റ്റർ ഷാരോൺ എന്നിവരോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ നെല്ലിമുള്ള ഞങ്ങളുടെ ബീച്ചാൻ അവരോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ബീച്ചാനാണ് ഞങ്ങളോട് ഈ ലൈവ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പാസ്റ്ററോട് ഞങ്ങളുടെ കാര്യം പറയുകയും അതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു ക്രമീകരണം ഞങ്ങൾക്ക് നൽകി തരുവാനിടയായിത്തീർന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് ഞങ്ങളുടെ ചർച്ചിലാണ്, ചർച്ചിൻ്റെ ഹോളിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇങ്ങനൊരു സാഹചര്യം ഞങ്ങൾക്ക് ഒരുക്കി തന്ന ഞങ്ങളുടെ ദേവദാസനോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. തുടർന്നും ദൈവസന്നിധിയിൽ നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദിവസങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ വളരെ പ്രഗത്ഭരായിട്ടുള്ള ഗായകരോ പ്രാസംഗികരോ ഒന്നുമല്ല. ഞങ്ങൾക്ക് ദൈവം തരുന്ന ആ ഒരു കൃപയ്ക്കനുസരിച്ച് മാത്രമാണ് ഞങ്ങൾ പാടുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ. അതിനായിട്ട് ഈ ദിവസങ്ങളിലൊക്കെ ദൈവം ഞങ്ങളെ മാനിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് അവസരം വയ്ക്കുന്ന ഈ പ്രിയപ്പെട്ട ദൈവം അവരുടെ കുടുംബങ്ങളെ ദൈവം ധാരാളമായിട്ട് മാനിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഞങ്ങളെ പരിചയപ്പെടുത്തുന്നു. അത് ബ്രദർ ഷാജു, ഞങ്ങൾ കൊച്ചുമോനെ എന്നാണ് വിളിക്കുന്നത്. ദിവസങ്ങളൊക്കെ ദൈവം തൻ്റെ മകനെ മാനിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇത് എൻ്റെ വൈഫാണ് ഫെബി. അതൊരു നമ്മുടെ കീബോർഡ് വായിച്ചത് നമ്മുടെ ക്രിസ്റ്റിയാണ്. ഞങ്ങളെ അതുപോലെ തന്നെ ഫെബി ജെറുസലേം ബോയ്സ് എന്ന ടീമിൽ ദീർഘവർഷങ്ങളായി പാടിക്കൊണ്ടിരിക്കുന്നു. ദൈവം അനേക ഇടങ്ങളിൽ ദൈവം തൻ്റെ മകളെ മാനിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും അതൊരു ആശ്വാസമാണ്. ദിവസങ്ങളിലൊക്കെ ദൈവം ഞങ്ങളെ അത്ഭുതകരമായിട്ട് വഴി നടത്തുന്നു. ആ ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തുടർന്നും നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയെ ചോദിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ഈ മീറ്റിംഗ് അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്റ്റിയെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോശമാണ്. ഞാൻ ആദ്യം പറഞ്ഞതാണ്, ഒരിക്കൽ കൂടി പറയുന്നു. ക്രിസ്റ്റി നിഗ്രഹിക്കപ്പെട്ട ഒരു കീബോർഡ് പ്ലേ ചെയ്യുന്ന ആളാണ്. ഈ ദിവസങ്ങളിലൊക്കെ ദൈവം തന്നെ പലയിടങ്ങളിൽ ദൈവം മാനിക്കുന്നു. നല്ലൊരു ഗായകൻ കൂടിയാണ്. നിങ്ങൾ ക്രിസ്റ്റിയുടെ പാട്ട് കേട്ടല്ലോ. ദൈവം ദിവസങ്ങളിലൊക്കെ തൻ്റെ മകനെ മാനിക്കട്ടെ, ദൈവം പ്രതിഫലം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയൊക്കെ ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഇനിയും ലൈവ് പ്രോഗ്രാമുകളൊക്കെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുക. ദൈവം നമ്മളെ ഒരുമിച്ച് സഹായിക്കുമാറാകട്ടെ. ഇന്നത്തെ മീറ്റിംഗ് ബ്രദർ കൊച്ചുമോൻ ഇപ്പോൾ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നല്ല സമയത്തിനായി ഞങ്ങൾ എനിക്ക് നന്ദി പറയുന്ന പിതാവേ, ഇത്ര സമയം ദൈവസന്നിധിയിൽ ഗാനങ്ങൾ കൂടി ദൈവവചനത്തിൽ കൂടി ആയിരിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല നിമിഷങ്ങളെ ഓർത്ത് നന്ദിയോട് അങ്ങ് സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം നൽകി തന്ന പ്രിയപ്പെട്ടവരോടുള്ള കർത്താവെ, അവരെയും ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. അവരുടെ പ്രവർത്തനങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ആയിത്തീരുവാൻ ദൈവമേ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പരിമിതമായ കഴിവുകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ അങ്ങ് തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളെ മറ്റുമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥനകളും യാചനകളും കേട്ടിരിക്കാനുള്ള സ്തോത്രം എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ പിടിഞ്ഞ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഒരു കാര്യം കൂടെ വിട്ടുപോയി. ഞങ്ങൾക്ക് ഇവിടെ സിസ്റ്റവും മറ്റ് സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്നത് ഞങ്ങളുടെ സഭയിലെ ദേവദാസൻ്റെ മകനാണ്. മകൻ്റെ പേര് അപ്പു എന്നാണ്. ദൈവം ധാരാളമായിട്ട് തൻ്റെ മകനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ അപ്പുവിനെ ഓർത്ത് പ്രാർത്ഥിക്കണം, ഞങ്ങളെല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മീറ്റിംഗ് ഇവിടെ